എന്താ എന്താ ചേച്ചി ഇപ്പൊ പറഞ്ഞ് ഒന്നുകൂടി പറയ്. അതായത് എടാ നമുക്ക് ഒരു ലൈഫ് ടൈമില് 7 സോൾമേറ്റ്സ് വരെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. 7 ആൾക്കാരോ ഒരാളെ ലൈഫില്? അങ്ങനല്ല, സോൾമേറ്റ്സ്. അവരെ നമ്മൾ മുട്ടാതിരിക്കാൻ, നമ്മൾ കണ്ടുമുട്ടിയിട്ട് നമ്മൾ അവർ സോൾമേറ്റ് ആണെന്ന് അറിയാതെ പോവാം. അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ വായിച്ചു പോലെ. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ ലൈഫിൽ കുറേ ആൾക്കാർ വന്നു. നമുക്ക് അതിൽ തന്നെ ഒരാൾ ചിലപ്പോൾ നമുക്കിഷ്ടം തോന്നുന്ന ഒരാൾ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ നല്ല കെയറിങ് ആയിരിക്കും. ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എഫേർട്ട് എടുക്കുന്ന ഒരാളായിരിക്കും. ഒരാൾ ഒട്ടും എഫേർട്ട് എടുക്കാത്ത ആളായിരിക്കും. മറ്റൊരാൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, ഭയങ്കര ജഡ്ജ്മെൻറ്റ് ഫ്രീ സോണായിരിക്കും. വേറൊരാൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിലും ഓരോ ട്രേറ്റ് ഉണ്ട്. അതാണ് അതിൽ ഓരോന്നാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ചില കാര്യങ്ങൾ മാത്രമാണ് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ഓരോരുത്തരുടെ ഓരോ ഇതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇതെല്ലാം കൂടെ തികഞ്ഞൊരാളെ പക്ഷെ നമ്മുടെ സോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരാളില്ല. അത് നമുക്ക് കിട്ടാനും പോകുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉള്ള ആളെ അയാളായിരിക്കുന്ന അവസ്ഥയിൽ അതിപ്പം എങ്ങനെയാണോ അയാളായിട്ട് തന്നെ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യാനും, പിന്നെ എന്താ പറയുക, അങ്ങനെ അയാളെ സ്നേഹിക്കാനും നമുക്ക് പറ്റണം. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ പറ്റണം. ലൈഫ് ടിപ്സ് ബൈ സിൻസി. ചെന്നിങ്ങോട്ടൊക്കെ ഹായ്.